നമുക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങളെ നാം വേരോടെ തന്നെ പിഴുതെറിയണം. ചിലത് പിഴുതെറിഞ്ഞാലും അനുകൂല സാഹചര്യത്തിൽ വീണ്ടും മുളച്ചു വന്നേക്കാം. ശത്രുക്കളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് ആദ്യ തന്ത്രം. എന്നാൽ ചിലപ്പോൾ അവൻ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് തിരിച്ചടിക്കേണ്ടതായി വരും. ശത്രുവിനെയും പാമ്പിനെയും നാം നോവിച്ചു വിടരുത്. കാരണം പിന്നീട് ശക്തിയാർജിച്ചു വന്ന് അവ നമ്മെ തിരിച്ചാക്രമിക്കും. അത്തരം സാഹചര്യത്തിൽ ഒരിക്കലും നമുക്കെതിരെ തിരിയാതിരിക്കാനെന്നോണം വേരോടെ നാം ശത്രുവിനെ പിഴുതെറിയണം. ക്ഷമയും സഹനശക്തിയും തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. എന്നാൽ അത് പ്രയോജനം കാണാതെ വരുന്ന സാഹചര്യത്തിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. സ്വന്തം ആളുകളോട് ദയയും മറ്റുള്ളവരോട് അനുകമ്പയും, ദുഷ്ടന്മാരോട് കാർക്കശ്യവും, ദരിദ്രരോട് സഹതാപവും, ക്രൂരന്മാരോട് ക്രൂരതയും, വിജ്ഞാനികളോട് സത്യസന്ധതയും, ശത്രുക്കളോട് ധീരതയും, ഗുരുനാഥനോട് വിനയവും, സ്ത്രീകളോട് പൗരുഷവും പ്രകടിപ്പിക്കുന്ന പുരുഷൻ സകല കലാവല്ലഭനും പ്രപഞ്ച സംരക്ഷകനുമാണ്.